ഇന്നത്തെ ആളാണ് പൈനാപ്പിൾ പച്ചടി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് നീളത്തിൽ ചെറുതായി അരിഞ്ഞ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളവും അല്പം ഉപ്പും ഒരു ചെറിയ സ്പൂണിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് സോഫ്റ്റ് ആവുന്നവരെ വേവിച്ചെടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി, മറക്കാതെ ചേർക്കുക. കുറുകി വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് നാളികേരം, അതിലേക്ക് 4 പച്ചമുളക്, ഒരു ചെറിയ സ്പൂൺ കടുക്, ഒരു 1/2 സ്പൂൺ ജീരകം ഇവ ചേർത്ത് അരച്ചെടുക്കാം. പൈനാപ്പിൾ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഈ അരപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതേസമയം ഒരു 1/2 കപ്പ് പുളി കുറവുള്ള കട്ടിത്തൈര് മിക്സിയിലിട്ട് അടിച്ച് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 1 സ്പൂൺ കടുക് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് ഈ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കുക. ഇപ്പം തന്നെ ഏകദേശം റെഡിയാണ് പൈനാപ്പിൾ പച്ചടി. ഒരു എക്സ്ട്രാ ക്രഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വലിയ മുന്തിരി ആയതുകൊണ്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുളിയും കുറച്ച് മധുരവും ഒക്കെ ആയിട്ട് പൈനാപ്പിൾ പച്ചടി റെഡിയായി.